അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കാസർഗോഡ് ഭാഷയിൽ ജനാബ് റഹീം ച എന്ന അഭിസംബോധന പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞങ്ങൾ കുറച്ച് ഇച്ഛാശക്തി കൂടുതലുള്ളവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കാസർഗോഡുകാരെ എല്ലാവരും ഇച്ഛ എന്ന് വിളിക്കുന്നത്. അതുപോലെ സ്വാഗത പ്രസംഗകൻ അഡ്വക്കേറ്റ് പി കെ അബൂബക്കർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ ബോർഡിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രൊഫസർ ജലീൽ സാഹിബ് ചെയർമാനായിരുന്ന കാലത്ത് മെമ്പറായിരുന്ന ഒരു വ്യക്തിയാണ്. ബോർഡിൻ്റെ ആ കാലഘട്ടത്തിൽ വളരെ അധ്വാനിച്ച കൂട്ടത്തിലാണ്. പ്രൊഫസർ ജലീൽ സാഹിബിനോടൊപ്പം വളരെയധികം അധ്വാനിച്ചൊരു മാന്യ വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബോർഡിൻ്റെ ഇന്നത്തെ ഒരു ബേസ് ഈ ടീമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഈ ഒരു ക്രീം ഓഫ് സൊസൈറ്റി ഈ എറണാകുളത്ത്, കാരണം എൻ്റെ ബോർഡ് മെമ്പറായിരുന്ന മുൻ MLA അഹമ്മദ് കബീർ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസം വഖഫ് ബോർഡിൻ്റെ മുറ്റത്ത് കൊണ്ടിറക്കി തിരിച്ചു പോയ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ സാഹിബ് ഇവിടെ ഉണ്ട്. അതുപോലെ എൻ്റെ വളരെ കാലത്തെ നല്ല സുഹൃബന്ധം കീപ്പ് ചെയ്ത ബാബു സെഡ്സ് സാഹിബുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഈ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചതിൽ ഇതൊക്കെ ഒരു യാദൃശ്ചികമാണെങ്കിലും ഈ വഖഫ് ബില്ല് ഭേദഗതി വന്ന ദിവസം യാദൃശ്ചികമായി 1-2 ചാനൽ ചർച്ച നടത്തേണ്ട ഒരു സമയം വന്നപ്പോഴേ ആ ചാനൽ ചർച്ച കഴിഞ്ഞപ്പോഴും, ചാനലിൽ പല പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ചർച്ചയിൽ ആദ്യമായിട്ടാണ് പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴേ എന്നെ ആദ്യമായി ആ ചർച്ച കഴിഞ്ഞ ഉടനെ വിളിച്ച 2 വ്യക്തികളാണ് ഇവിടുത്തെ സ്വാഗത പ്രസംഗനും അധ്യക്ഷനും എന്നുള്ളത്. അതും ഒരു യാദൃശ്ചികം. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. ഈ വഖഫ് ബില്ല് നമ്മളൊരു 2 ദ്വിമുഖ ആക്രമണത്തെയാണ് നേരിടുന്നത്. മൂന്നാമതൊരു വിഷയം ഉണ്ടാവാൻ നിങ്ങളുടെയൊക്കെ ഒരു ലെവലിൽ, ഞാനൊക്കെ വഖഫ് ബോർഡ് CEO എന്ന നിലയിൽ ഇരുന്നുകൊണ്ട് അതിനനുസരിച്ചേ പറയാൻ സാധിക്കുള്ളൂ. എന്തിനാണ് ഈ വഖഫ് ബോർഡിന് വേണ്ടി ശബ്ദിക്കുന്നത് എന്നാണ്. കാരണം വഖഫ് ബോർഡ് മിക്ക ജമാഅത്തുകാരുടെയും ഒരു സെയിൽ ടാക്സുകാരോ കാണുന്ന പോലൊരു അവസ്ഥയായിരുന്നു. സ്വാഭാവികമാണ് 54-ലും 95-ലും വഖഫ് ആക്ടിലെ വ്യവസ്ഥ പ്രകാരം ഒരു 7% കോൺട്രിബ്യൂഷൻ്റെ ഒരു വിഷയമാണ് എൻ്റെ അഭിപ്രായത്തിൽ വഖഫ് നിയമം പ്രോപ്പറായി നടപ്പിലാക്കുന്നതിനുള്ള തടസ്സം. അതൊരു തരം ഒരു സെൽഫ് ഫിനാൻസിങ് മെത്തഡിലുള്ള രീതി എന്നതായിട്ട് സ്വാഭാവികമാണ്. ഒരു ലെജിസ്ലേഷൻ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാണ്. ഇന്ന് നമ്മുടെ വിഷയം അതല്ല. നേരത്തെ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും സൂചിപ്പിച്ച പോലെ 100-200 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ബംഗാൾ പ്രസിഡൻസിയിലും കൊൽക്കത്ത പ്രസിഡൻസിയിലും മദ്രാസ് പ്രസിഡൻസിയിലൊക്കെ നേരിയ തോതിലുള്ള വഖഫിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷ് സർക്കാർ വഖഫ് നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയത്. അത് 1913-ലെ അതുപോലെ 1926-ലെ വഖഫ് നിയമത്തിന് ശേഷം ഒരു ബൃഹത്തായ നിയമം 1954-ലെ വഖഫ് ആക്ട് മുഖേന നിലവിലോ. 54-ലെ വഖഫ് നിയമം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിരുന്നു. എന്നാൽ ആ നിയമം നടപ്പിലാക്കുന്ന അവസരത്തിൽ ആയതിൻ്റെ കമൻസ്മെൻ്റ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തീയതികളിലായിരിക്കും
എന്ന് പറഞ്ഞാൽ ഇത്ര വിശദമായി പറയാൻ കാരണം വേറൊരു ആസ്പെക്റ്റിൽ നമ്മൾ ബോംബെയിലേക്ക് മഹാരാഷ്ട്രയിൽ കിടക്കുമ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ 54 വഖഫ് ആക്ട് പ്രകാരം രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തും 54 വഖഫ് ആക്ടിലെ ഒരു പ്രത്യേകത, അന്ന് അതിൽ പറഞ്ഞു ദർ ഷാൾ ബി എ സർവേ കമ്മീഷണർ ഓഫ് വഖഫ്. ആ സർവേ കമ്മീഷണറെ അതാത് സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കും. സർവേ കമ്മീഷൻ സ്വാഭാവികമായിട്ടും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, IAS തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ സർവേ നടത്തി എന്ത് ചെയ്യുന്നു വെച്ചാൽ അതാത് സംസ്ഥാനത്തെ വഖഫ് പ്രോപ്പർട്ടികളുടെ ലിസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തും വഖഫ് പ്രോപ്പർട്ടി ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കിയത്. 54 മുതൽ 56 വരെ സർവേ കമ്മീഷൻ നിയമിച്ചു. സർവേ കമ്മീഷൻ വിവിധ ജില്ലകളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി സർവേ നടത്തി. ഈ സർവേ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഈ ബൗണ്ടറി സർവേ ചെയ്യലല്ല അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അതൊരു ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷനോട് കൂടിയ അധികാര സ്ഥാപനമാണ് വഖഫ് ആക്ട് പ്രകാരമുള്ള. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു 4000-ഓളം വഖഫുകളുടെ രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏകദേശം ഒരു 2000-ഓളം മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് ഉത്തര മലബാർ മേഖലയിൽ കന്നഡ ഭാഷയിലുള്ള അല്ലെങ്കിൽ സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട കുറേ സർവേ കമ്മീഷൻ റിപ്പോർട്ടും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ട് വെച്ചാൽ 56 റീഓർഗനൈസേഷൻ വന്നപ്പോൾ നേരത്തെ കർണാടകയിൽപ്പെട്ട എന്നാൽ പുതിയ പ്രകാരം കേരളത്തിലേക്ക് മാറുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്ന രേഖകളാണ്. വളരെ നല്ല രീതിയിൽ പഠിച്ച് തയ്യാറാക്കിയ വഖഫ് സർവേ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ 4000-ഓളം വഖഫുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വഖഫുകൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്? വഖഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വഖഫ് ആക്ട് പ്രകാരം ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി ഫോർ എ പയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ് എന്നാണ്. സ്വാഭാവികമായിട്ടും ആധാരം ഉണ്ടാവും. ആധാരമില്ലാത്തതും വഖഫാവും എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വഖഫ് ബൈ യൂസറാണ്. അപ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് പറയുമ്പോൾ വളരെ ടൈം ഇമ്മമോറിയലായിട്ട് ഒരുപാട് കാലം വഖഫായി, പള്ളിയായി, അല്ലെങ്കിൽ ഖബർസ്ഥാനായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിച്ച് വന്ന് ബൈ കസ്റ്റം അത് വഖഫായി മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ 54 സർവേ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ബൈ യൂസേജ് വഖഫാണ്. അത് തന്നെയാണ് അതിൻ്റെ രേഖ. അപ്പം അങ്ങനെ ഒരുപാട് രേഖകൾ കൊണ്ട് തുടങ്ങിയ വഖഫ് ബോർഡ് ഇന്ന് ഏകദേശം 10-12,000-ഓളം വഖഫ് രജിസ്ട്രേഷൻ ഉണ്ട് കേരളത്തിൽ. ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരുപാട് പ്രോപ്പർട്ടികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് വഖഫുൽ ഔലാദ് നമ്മൾക്ക് പലർക്കും അറിയില്ല. വഖഫുൽ ഔലാദ് മിക്കവാറും ബെനിഫിഷ്യറീസൊക്കെ വിത്തിൻ ദ ഫാമിലി ആയിരിക്കും. സ്വാഭാവികമായിട്ടും പലരും അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും പലതും രജിസ്റ്റർ ചെയ്യാത്ത പ്രോപ്പർട്ടീസ് മാത്രമല്ല ഒരുപാട് വഖഫുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വേറെ കാര്യം. അങ്ങനെ ഇരിക്കെ 84 പുതിയ വഖഫ് ആക്ട് വന്നു. 84 പുതിയ വഖഫ് ആക്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പോൾ 84 വഖഫ് ആക്ടിൽ കുറേ കൂടി ഒരു ഓട്ടോക്രസിയുടെ രൂപമുണ്ടായിരുന്നു. അന്ന് CEO-ക്ക് പകരം വഖഫ് കമ്മീഷണർ. ബോർഡ് എന്ന് പറയുന്നത് ഒരു നോമിനൽ റെഗുലേറ്ററി അല്ലാത്തൊരു ബോർഡായിരുന്നു. അത് സ്വാഭാവികമായിട്ടും MP-മാർ ബഹളം വെച്ചപ്പോൾ അന്നത്തെ സർക്കാർ, ജനാധിപത്യ സർക്കാരുകളുടെ ഒരു ലക്ഷണമാണ്. അത് നിർത്തിവെച്ചു. അതിൻ്റെ 2 സെക്ഷൻ ഒഴികെ ബാക്കിയൊക്കെ നിർത്തിവെച്ചു. അപ്പോൾ ഇനിയും ഞാൻ 54 കിടക്കുകയാണ്. 54 വഖഫ് ആക്ട് വന്നപ്പോൾ അന്ന് പബ്ലിക് വഖഫ് എക്സ്റ്റൻഷൻ ഓഫ് ലിമിറ്റേഷൻ ആക്ട് എന്നും പറഞ്ഞിട്ട് ഒരു ആക്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ മാത്രം കാണുക, മറ്റു പല സംസ്ഥാനങ്ങളിലും പഞ്ചാബ്, ഹരിയാന, ഡൽഹി പ്രദേശങ്ങളിൽ ഒരുപാട് വഖഫ് പ്രോപ്പർട്ടീസ് അനാഥമാക്കിയിട്ട് പാലായനം ചെയ്തവരാണുള്ളത്. ഹരിയാനയിൽ പട്ടോടി നവാബ് ഒഴികെ ഒറ്റ മുത്തവല്ലി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പാർട്ടീഷൻ സമയത്തുണ്ടായ ഇവാക്വി പ്രോപ്പർട്ടി ആക്ട്. ആ ആക്ട് പ്രകാരം അവിടെ ഒരു കസ്റ്റോഡിയൻ ഉണ്ടാകും.
അപ്പോൾ ഈ കസ്റ്റോഡിയൻ്റെ അടുത്ത് നിന്ന് വഖഫ് പ്രോപ്പർട്ടി തിരിച്ചു വാങ്ങാനും പിടിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന നിയമമാണ് വഖഫ് പ്രോപ്പർട്ടി പബ്ലിക് വഖഫ് എക്സ്റ്റൻഷൻ ഓഫ് ലിമിറ്റേഷൻ ആക്ട് എന്ന്. അപ്പം ലിമിറ്റേഷൻ ആക്ടിൻ്റെ വ്യവസ്ഥകൾ വഖഫ് പ്രോപ്പർട്ടി കരസ്ഥമാക്കാൻ ബാധകമല്ല എന്ന നിയമമാണ് ഈ പറഞ്ഞ അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും കൺകറന്റ് ലിസ്റ്റ് ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റെ ഫ്രീഡം കൊടുത്തു. ഇതിൻ്റെ ഫർദർ എക്സ്റ്റൻഷൻ വേണം ചെയ്യാം. അങ്ങനെ ഫർദർ എക്സ്റ്റൻഷൻ 1980 വരെ 79 വരെ കേരളത്തിൽ പോലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് 84 ആക്ട് വന്നു, ബഹളമുണ്ടായി, പിൻവലിച്ചപ്പോഴും അതിൽ ഒരു വ്യവസ്ഥ ലിമിറ്റേഷൻ ആക്ട് 30 years ആക്കി മാറ്റി. ലിമിറ്റേഷൻ വഖഫ് പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാനുള്ള സൂട്ട് മുഖേന തിരിച്ചു പിടിക്കാനുള്ള ആ പീരീഡ് ജനറൽ ആയിട്ടുള്ള ലിമിറ്റേഷൻ ആക്ടിന് കാലഹരണ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വ്യവസ്ഥകളിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് 30 വർഷമാക്കി മാറ്റി. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സമിതിയാണ് പിന്നീട് 1995 വഖഫ് ആക്ട് നിലവിൽ വരാൻ കാരണം. 95 വഖഫ് ആക്ട് നിലവിൽ വന്നപ്പോഴും അതൊരു ജനാധിപത്യ സംവിധാനമായിരുന്നു. സംസ്ഥാന വഖഫ് ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം 95 വഖഫ് ആക്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിലായിരുന്നു. MLA-മാർ, MP-മാർ, ബാർ കൗൺസിൽ മെമ്പർമാർ, 2 തെരഞ്ഞെടുക്കപ്പെട്ട മുത്തവല്ലിമാർ, ഇവരെല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. MLA-മാരിൽ നിന്നും 2 പേർ, MP-മാരിൽ നിന്ന് ഒരാൾ, അതുപോലെ ബാർ കൗൺസിൽ മെമ്പർ. ഇതൊക്കെ ഒരു കടുത്ത ഇലക്ഷന് നേരിട്ട് വന്നവരിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ ബോർഡ് മെമ്പർമാരായി വരുന്നു. മൊത്തം 10 or 11 മെമ്പർമാരുണ്ടെങ്കിൽ അത് റൂൾ മുഖേനയാണ് 10 or 11 ഒക്കെ തീരുമാനിക്കപ്പെടുക. അതിൽ ഭൂരിപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം എന്ന് പറയുന്നത് ഏറെക്കുറെ അത്യാവശ്യം ജനാധിപത്യ വ്യവസ്ഥകളാണ് അത്. അന്നും 95 നിയമത്തിലും കേന്ദ്ര വഖഫ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു നോമിനേറ്റഡ് ബോഡിയാണ്. 2013 വരെ അതിന് ഒരു റെഗുലേറ്ററി പവർ ഉണ്ടായിരുന്നില്ല, വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഓൺലി ഒരു റെഗുലേറ്ററി ബോഡി അല്ല, ഒരു അഡ്വൈസറി ബോഡിയായിരുന്നു. ടു അഡ്വൈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ദ മാറ്റേഴ്സ് ഓഫ് വഖഫ്. അപ്പം അങ്ങനെ ഇരിക്കെ ആ ഒരു സംവിധാനമാണ് പിന്നീട് 95 വഖഫ് ആക്ട് വന്ന ഉടനെ തന്നെ ജോയിൻറ്റ് പാർലമെൻറ്റ് രൂപീകരിച്ചു. ഇതിനെന്തൊക്കെ മാറ്റങ്ങൾ വരാം? അങ്ങനെ 2013 വരെ 18 വർഷം 10, 12, 13 പേരടങ്ങിയ 3 ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റികൾ 18 വർഷം പഠനം നടത്തിയിട്ടാണ് 2013 വഖഫ് ഭേദഗതി ബില്ല് വന്നത്. സമൂലമായ മാറ്റങ്ങളാണ് 2013 ഭേദഗതിയിൽ വന്നത്. ശ്രീ ഗുലാം നബി ആസാദ്, പിന്നീട് ശ്രീ MOH ഫാറൂഖ്, അതുപോലെ പിന്നീട് റഹ്മാൻ ഖാൻ സാഹിബ്, ഈ 3 പേരാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ 3 ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നയിച്ചിരുന്നത്. അതിൽ റഹ്മാൻ ഖാൻ സാഹിബ് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, കേന്ദ്ര മൈനോറിറ്റി വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം വലിയ എഫേർട്ട് നടത്തിയിട്ടുണ്ട്. കാരണം പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, പക്ഷേ ലീഗലായിട്ട് വളരെയധികം ആസ്പെക്റ്റുകൾ കവർ ചെയ്തപ്പോൾ പുള്ളി വളരെ സ്റ്റഡീഡായി. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ വഖഫ് പ്രോപ്പർട്ടികൾ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശുഷ്കാന്തി കാണിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന ഈ ഭേദഗതി നടപ്പിലാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 10-11 വർഷമായിരിക്കും. 2013 ഭേദഗതിയിൽ കേന്ദ്ര വഖഫ് കൗൺസിലിനും ചെറിയൊരു റെഗുലേറ്ററി പവർ കൊടുത്തു. എങ്കിലും മെമ്പർമാരൊക്കെ നേരത്തെ പോലെ തന്നെ നോമിനേറ്റഡ് മെമ്പർമാരാണ്. അപ്പം ഞാൻ പറഞ്ഞു വരും 95 മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ട് ഏറെക്കുറെ ജനാധിപത്യപരമാണെങ്കിൽ പോലും വഖഫ് ആക്ടിൽ 3 അല്ലെങ്കിൽ 4 അതോറിറ്റീസ് ഉണ്ടെന്ന് പറയാം. 1 ബോർഡ്, 2 CEO, 3 ട്രൈബ്യൂണൽ, 4 ഗവൺമെൻറ്. ഇതിൽ ഈ 4 അതോറിറ്റീസിൻ്റെയും അധികാര പരിധികൾ എവിടെയൊക്കെയാണെന്ന് ഓരോ സ്ഥലത്തും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ നേരത്തെ റെയിൻസ് സാഹിബ് പറഞ്ഞ പോലെ
ഞാൻ സത്യത്തിൽ കാസർഗോഡ് നിന്ന് പേടിച്ചു വന്നതാണ്. പട പേടിച്ച് പന്തളത്തെത്തിയ അവസ്ഥയായിരുന്നു. എനിക്കിത് അത് വേണ്ട, ഞാൻ ഇത് ഇങ്ങനെ രക്ഷപ്പെട്ടു പോവാണ് എന്ന് പറഞ്ഞു വന്നതാണ്. പക്ഷെ വാസ്തവത്തിൽ സിഇഒയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ചിൻ്റെ അവസ്ഥയാണ്. ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ വിരുദ്ധ ഗവൺമെൻറ് വിരുദ്ധ ബോർഡ്, രണ്ട് നിലപാടെടുക്കണം ബോർഡ്. ചില സമയത്ത് രണ്ടും കൂടി ഒന്നായാൽ അതിലും കഷ്ടമാണ്. ഇതെല്ലാം അനുഭവിച്ച ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ ജനാധിപത്യ സംവിധാനം ഉണ്ടായിട്ട് പോലും ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ബാഗിൽ, എൻ്റെ പേഴ്സണൽ ഒരു കുറിപ്പിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കുറിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഞാൻ പെറ്റീഷണറായിട്ട് തന്നെ 14 റിട്ട് പെറ്റീഷനുകളും അപ്പീലുകളും ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നേരിടേണ്ട ഒരുപാട് സാധനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ജനാധിപത്യ വ്യവസ്ഥയും കൂടി വഖഫ് ബില്ലിലൂടെ ഇല്ലാതായുള്ള അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ വഖഫ് ട്രൈബ്യൂണൽ ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ സ്ഥാപനമാണ്. 2013 ഭേദഗതിയിലൂടെ വഖഫ് ട്രൈബ്യൂണലിന് ഒരു ജഡ്ജ് കൂടാതെ 2 മെമ്പർമാരും ഉണ്ടായിരുന്നു. അവിടെ നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എങ്കിലും അത് ജുഡീഷ്യറിയുടെ ഒരു ജില്ലാ ജഡ്ജ് ഡെപ്യൂട്ടേഷനിലൂടെ വന്ന് ഹെഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സർക്കാരിൻ്റെ പവേഴ്സ് വളരെ ലിമിറ്റഡ് ആണെങ്കിലും ചില സമയത്തൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2 MLA ബോർഡ് യോഗങ്ങൾ തുടർച്ചയായി ഹാജരാവാത്തതിന് അച്ചടക്ക നടപടി നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. MLA അവരുടെ തിരക്കിനിടയിൽ അവർക്ക് വരാൻ സാധിക്കില്ല. പക്ഷെ പിന്നീട് കോടതി അതിൽ പറഞ്ഞു അത് തീരുമാനിക്കേണ്ട ബോർഡാണ്. ആരും വരുന്നില്ല എന്നുള്ളതിന് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടേണ്ട ബോർഡ് തീരുമാനിച്ച് റെക്കമെൻഡ് ചെയ്ത് മാത്രമേ സർക്കാരിൻ്റെ റോളുള്ളൂ. ആ ഫയൽ അവിടെ എന്നാലും സർക്കാർ ക്ലോസ് ചെയ്യാൻ താല്പര്യം കാണിച്ച് അവരെ വിട്ടു, MLA വിട്ടു. പിന്നീട് തോണ്ടി അവസാനം ഈ സിഇഒയ്ക്ക് എങ്ങനെയാണ് സ്പെഷ്യൽ പേപ്പർ 300 രൂപയുടെ ഒരു വിഷയം സാങ്കേതികത്വമാണ്, അതിന് അർഹതയുണ്ടോ ഇല്ല എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടായിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ പുതിയ ബില്ലിലെ നിർദ്ദേശം എന്തിലും ഭീകരമാണ്. ഈ ഭീകരാവസ്ഥ എന്ന് പറയുന്നത് ബോർഡിൽ, പുതിയ ബില്ലിലെ നിർദ്ദേശത്തിൽ ബോർഡിൽ നിലവിൽ സിഇഒ ഷാൾ ബി എ മുസ്ലിം എന്ന് പറയുന്നുണ്ട്. അതെടുത്ത് കളഞ്ഞു വെക്കുന്നു. രണ്ടാമത്തത് ദർ ഷുഡ് ബി 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. അത് പുതിയ വ്യവസ്ഥയാണ്. മൂന്നാമത്തെ കാര്യം, MP-മാരും MLA-മാരും എങ്ങനെ ആയിരിക്കണം എന്ന് പറയാത്തതുകൊണ്ട് അതെങ്ങനെയോ ആവാം. അപ്പം പലരും ചോദിക്കും, ഞാൻ പറയില്ല വേറൊരു ദ്വിമുഖ ആക്രമണം ഉണ്ടെന്ന്. ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും അതിൻ്റേതായ പ്രവർത്തനം. നമ്മുടെ സംസ്ഥാനത്ത് എടുത്തു കഴിഞ്ഞാൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അതിലെ 3 അംഗങ്ങളിൽ 2 അംഗങ്ങളെ തീരുമാനിക്കുന്നത് കേരളത്തിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഹിന്ദു വിശ്വാസികളായ മന്ത്രിമാർ ചേർന്ന്. ഒരു MLA തീരുമാനിക്കേണ്ടത് കേരളത്തിലെ MLA-മാരിൽ ഹിന്ദു വിശ്വാസികളായ MLA-മാരിൽ നിന്നാണ്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ഹിന്ദു വിശ്വാസിയായിരിക്കണം. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ നിയമിക്കപ്പെടുന്ന ജില്ലാ ജഡ്ജി ജുഡീഷ്യറിയിൽ നിന്നാണെങ്കിൽ പോലും ഹിന്ദു വിശ്വാസിയായിരിക്കണം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചുമതലയുള്ള ജില്ലാ ജഡ്ജി ഹിന്ദു വിശ്വാസിയായിരിക്കണം. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റർ സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനാണ്, ബട്ട് ഈ മസ്റ്റ് ബി എ ഹിന്ദു പേഴ്സൺ പ്രൊഫസിങ് ഹിന്ദുസ്. അപ്പം ഇങ്ങനെ എവിടെ നോക്കിയാലും ഇത് നമ്മളെല്ലാ സംസ്ഥാനത്തും തിരുപ്പതി എന്ന് പറയുന്ന വലിയൊരു സംവിധാനമാണ്, വലിയൊരു സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുണ്ടാക്കിയ സംവിധാനമാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഹിന്ദു പ്രൊഫസിങ് ആയിരിക്കണം, കമ്മീഷന്മാരും എല്ലാവരും. ഇതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ബീഹാറിലെ അവിടുത്തെ ചാരിറ്റി ആക്ട് പ്രകാരം 3 ബോർഡുണ്ടാകും. ഒന്ന് ജൈന മതങ്ങൾക്കുള്ള ബോർഡ്, ഹിന്ദു ചാരിറ്റി ആക്ട് പ്രകാരം തന്നെ 3 ബോർഡുണ്ടാകും. അതുപോലെ എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ ഒരു ബോർഡും സംവിധാനങ്ങളൊക്കെ അതാത് മതവിശ്വാസികളുടെ
വിശ്വാസം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വിശ്വാസം സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ടാണ് പുതിയ പ്രപ്പോസൽ വന്നിരിക്കുന്നത്. ബോർഡിൻ്റെ സംസ്ഥാന വഖഫ് ബോർഡുകളുടെ ബോർഡ് നോമിനേറ്റഡ് ബോർഡായിരിക്കണം. ആ നോമിനേറ്റഡ് ബോർഡിൽ എങ്ങനെ വേണമെങ്കിലും നോമിനേഷൻ എന്ന് പറയുമ്പോഴേ എല്ലാം ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് കൊള്ളാവുന്ന ആളുകൾ വെക്കാനുള്ള പ്രൊവിഷനാണ്. പലപ്പോഴും നമുക്കറിയാം എല്ലാ മേഖലയിലും അതിൻ്റെ വില കളയുന്ന രീതിയിൽ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് PSC മെമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയഭക്തി ബഹുമാനവും കാണാൻ ഭയം, നേരിട്ട് കാണാൻ ഭയമൊക്കെ ഉണ്ടായി. ഡോക്ടർ KG അടിയോടി, ഹമീദ് അലി ഷംനാദ് സാഹിബ്, അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുവരുന്ന ആളുകളൊക്കെ. ഇപ്പോഴതല്ല, അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോയി. അല്ല നമ്മൾ വളർന്നതാണോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം വരും. നമുക്ക് അന്ന് അങ്ങനെ തെറ്റി തോന്നിയതാണോ? പക്ഷെ വാല്യൂ കുറഞ്ഞു പോയി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇൻഫർമേഷൻ കമ്മീഷന്മാരുടെ നിയമനങ്ങൾ ഇങ്ങനെ എല്ലാറ്റിലും മായം ചേർക്കും. റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൽ തന്നെ വളരെയധികം മായം ചേർത്ത് കഴിഞ്ഞു. വളരെ നല്ല ഒരു ആയുധമായിരുന്നു, വളരെ നല്ല ഒരു നിയമമായിരുന്നു. ഇന്ത്യയുടെ 2ാം സ്വാതന്ത്ര്യ സമരം എന്ന് കുട്ടിഘോഷിക്കപ്പെട്ട വിവരാവകാശ നിയമം ഇന്ന് മായം ചേർത്തിരിക്കുകയാണ്. അതിൻ്റെ കമ്മീഷന്മാരെയൊക്കെ നിയമിക്കുമ്പോഴും പണ്ടത്തെ ഒരു ക്വാളിറ്റി, നമ്മളെല്ലാ മേഖലയും കാണുന്ന പോലെ ക്വാളിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ലെജിസ്ലേഷൻ, ഈ വഖഫ് ബില്ലിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ വഖഫ് ബോർഡിൻ്റെ ഘടനയാണ്. സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ നിലവിൽ തന്നെ തിരിച്ചും മറിച്ചു വിട്ടിരിക്കുക. നിലവിലും നോമിനേഷൻ തന്നെ. ആ നോമിനേഷനൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ പോയ ഉടനെ ഒരു മെമ്പർ സർനെയിം, മന്ത്രിയുടെ പേരും ഇദ്ദേഹത്തിൻ്റെ സർനെയിം ഒന്നായിരുന്നു. രണ്ടുപേരും UP നിന്ന് ബോംബെയിലേക്ക് ചേക്കേറിയവരാണ്. അപ്പോൾ അയാൾ ഡോക്ടറേറ്റും കൂടിയുണ്ട് നിയമത്തിൽ. അപ്പം ആ ഡോക്ടറേറ്റിനെ കുറിച്ചും ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹം ആദ്യം ആക്ട് ചെയ്തിരുന്നത് ഞാൻ മന്ത്രിയുടെ കസിൻ എന്നാണ്. പലരും അങ്ങനെ ധരിക്കും. അവസാനം നോക്കുമ്പോൾ മന്ത്രി അറിയേയില്ല. അതെ, എങ്ങനെ ഞാൻ ഫയൽ നോക്കിയപ്പോൾ ഇപ്പോഴാ ഫയലിൽ 159-ാം പേജിൽ, മിനിസ്ട്രി ഓഫ് മെനോൺ ഫയലിലെ 159-ാം പേജിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള IB റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ UP ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വന്ന് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് മന്ത്രി എന്നോട് പറഞ്ഞത്, ഈസ് നോട്ട് മൈ റിലേറ്റീവ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടായ മന്ത്രി നഗ്മ ഹെപ്തുള്ള ഈ നഖ്വി എന്ന സർനെയിം കണ്ടുകൊണ്ട് ഇത് അവരുടെ കീഴിലുള്ള സ്റ്റേറ്റ് മിനിസ്റ്റർ ഒരു ബന്ധു എന്ന ധാരണയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പം നോമിനേറ്റിൻ്റെ മാനദണ്ഡം അതാണ്. അപ്പം അദ്ദേഹം ഒരു ന്യൂസൻസ് ആയിരുന്നു. അതങ്ങനെ, അതാ ഞാൻ പറയാം. അപ്പം നോമിനേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഘടന എന്നൊരു രീതി എന്ന് പറയുന്നത്, അതിനപ്പുറം ചില കഥകളൊക്കെ അതിലുണ്ട്, അത് പോട്ടെ. അപ്പം ഇങ്ങനെയാണ് സ്ഥിതി. സെൻട്രൽ വഖഫ് കൗൺസിൽ നേരത്തെയും നോമിനേഷനാണ്, ഇപ്പോഴും നോമിനേഷനാണ്, അതിൽ വ്യവസ്ഥയൊന്നുമില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർവേ കമ്മീഷണർ അധികാരങ്ങൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തിരിക്കുകയാണ്. പുതിയ പ്രപ്പോസലാണ്, നിലവിലുള്ള നിയമമല്ല, പ്രപ്പോസ്ഡ് നിയമം. ഈ സർവേ കമ്മീഷൻ, ജില്ലാ കളക്ടർ എന്നത് പുതിയ ബില്ലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുകയാണ് ആരാണ് കളക്ടർ. കളക്ടർ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് ദ ഡെപ്യൂട്ടി കളക്ടേഴ്സ്, ഡെസിഗ്നേറ്റഡ് കളക്ടേഴ്സ് എന്ന് പറയുന്നത്. ലാൻഡ് റിഫോംസ് ആക്ടിൽ, ലാൻഡ് അക്വിസിഷൻ ആക്ടിൽ കളക്ടറുടെ റോള് തഹസിൽദാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇവിടെ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം, ഡെപ്യൂട്ടി കളക്ടർക്ക് വരെ കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡെസിഗ്നേറ്റഡ് ഡെപ്യൂട്ടി കളക്ടറാണ് ഒരു വഖഫ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ബോർഡിൽ വന്നാൽ ആയത് പരിശോധിച്ച് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇത് രജിസ്ട്രബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഡെസിഗ്നേറ്റഡ് കളക്ടർ. ദാറ്റ് മീൻസ് എന്തായാലും പരമാവധി താഴോട്ട് ഡെപ്യൂട്ടി കളക്ടർ വരെ പോകുന്നത്. അത് ഏത് കാലത്ത് തീരുമാനമാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ തന്നെ സർക്കാർ പ്രോപ്പർട്ടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയതിൽ ഈ ഡെസിഗ്നേറ്റഡ് കളക്ടർക്ക് ഉചിതമായ തീരുമാനം എടുക്കാം. പുതിയ വ്യവസ്ഥയെ പറയുന്നത്. അപ്പോൾ സർക്കാർ പ്രോപ്പർട്ടി ഇവിടെ ഒരു ക്ലോസിൽ ഞാൻ അത്ര വിശദമായി പോകാനുള്ള സമയം നമുക്ക് ഉണ്ടെന്ന് തോന്നില്ല. എന്ന് പറഞ്ഞാൽ
ഓൾറെഡി ഡിക്ലെയർഡ് ആയിട്ടുള്ള സർക്കാർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വഖഫ് പ്രോപ്പർട്ടീസ് തിരിച്ചു പിടിച്ച് ഡിക്ലെയർഡ് ആയിട്ടുള്ള വഖഫ് അൺഡിക്ലെയർ ചെയ്ത പ്രോപ്പർട്ടീസ് അടക്കം പുനഃപരിശോധിക്കാനുള്ള അധികാരം ഈ പുതിയ സർവേ കമ്മീഷന്മാർക്ക് കൊടുക്കുകയാണ്. നിലവിലുള്ള സർവേ കമ്മീഷൻ്റെ അടുത്തുള്ള മുഴുവൻ ഫയലുകളും അതാത് ജില്ലയിലെ ഡെസിഗ്നേറ്റഡ് ഡെപ്യൂട്ടി കലക്ടർക്ക് നൽകും. ഈ കലക്ടർ പരിശോധിച്ച് ഏതെങ്കിലും ഒരു വഖഫ് ബൈ യൂസറാണ് നേരത്തെ നിലവിലുള്ളതെങ്കിൽ ആയത് സർക്കാർ പ്രോപ്പർട്ടിയാണ്, നേരത്തെ ഇത് മുനിസിപ്പാലിറ്റി ഗ്രാൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ സാധിക്കും. മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പിന്നെ സർക്കാർ തീരുമാനിക്കും ഇതാണോ അല്ലേന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തീരുമാനം എങ്ങോട്ട് പോകും എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഈ നേരത്തെ പറഞ്ഞ വാല്യുവേഷൻ്റെ ഒരു കുറവ് ഉദ്യോഗസ്ഥന്മാരിലും വന്നിരിക്കുകയാണ്. ജുഡീഷ്യറിയിൽ നിന്ന് പോയ ഡെപ്യൂട്ടേഷനുള്ള ലോ സെക്രട്ടറിമാർക്ക് പോലും ഇപ്പോൾ സർക്കാരിന് എതിരെ എഴുതാൻ മടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വഖഫ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മാത്രം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറയേണ്ട താമസം അതിനേക്കാളും കൂടുതലായിട്ട് എഴുതാൻ തയ്യാറുള്ള ഉദ്യോഗസ്ഥന്മാർ ആയിരിക്കും എന്നുണ്ടാവുക. എൻ്റെ നിയമന കാലത്ത് ഞാൻ ഇപ്പോഴും സ്മരിക്കുകയാണ്, രാംകുമാർ പിന്നീട് ജസ്റ്റിസായിരുന്നു, അദ്ദേഹം ലോ സെക്രട്ടറി ആയിരുന്നു. 4 മാസം ഉരുട്ടിയ ഫയൽ, ലീഗൽ ഒപ്പീനിയൻ ഫയൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി അരമണിക്കൂറിനകം പുറത്തേക്ക് വന്നപ്പോഴത് സർക്കാരിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എനിക്ക് അനുകൂലമായിരുന്നു. അദ്ദേഹം എഴുതി വെച്ച ആ പേജ് ഞാൻ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. മാലഫിഡെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പാരഗ്രാഫാണ്. അവസാന കാലത്ത് ഉണ്ടായിരുന്ന ലോ സെക്രട്ടറി എഴുതേണ്ട സമയത്ത് വളരെ വൃത്തിയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ വഖഫിൻ്റെ സർവേ കമ്മീഷന്മാരൊക്കെ പുതിയ സർവേ കമ്മീഷന്മാർ എഴുതാൻ തയ്യാറാവുന്ന രീതിയിൽ എഴുതി കൊടുത്തു. കാരണം അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാൻ 4 മാസം ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച് കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്രമായിട്ട് ബോർഡ് വഖഫാണോ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട വിഷയം ഇനി ഈ ഉദ്യോഗസ്ഥരിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡിൻ്റെ വലിയ ആവശ്യമില്ല. കാരണം രജിസ്ട്രേഷനാണ് വഖഫ് ബോർഡ് ശ്രദ്ധിക്കുന്ന ഒരു മേഖല. വഖഫ് പ്രോപ്പർട്ടികളുടെ പ്രൊട്ടക്ഷനാണ് വഖഫ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാവില്ല. പോരാണ്ട് ഈ ഒരു പ്രപ്പോസലിൽ അപ്പോൾ ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്നുള്ളത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഏതാണെന്നും പുതിയൊരു ഡെഫിനിഷനും കൂടി വന്നിട്ടുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്സ് എന്ന് പറയുന്നുണ്ട് ബില്ലിൽ. അതിൻ്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റി